സർ, കൊല്ലപ്പെട്ടിരിക്കുന്നത് ഒരു പ്രായമായ സ്ത്രീയാണ്. ഒറ്റനോട്ടത്തിൽ ഒരു മോഷണം തന്നെയാണ്. അലമാരയിൽ നിന്ന് സ്വർണവും പണമൊക്കെ നഷ്ടമായിട്ടുണ്ട്. CI സാം അലക്സ് സംഭവസ്ഥലത്തെത്തുമ്പോൾ തന്നെ വിശദമായ വിവരങ്ങൾ നൽകി SI അൻവർ. അൻവർ, ഈ സ്ത്രീ ഒറ്റയ്ക്കാണോ ഇവിടെ താമസം? അതുപോലെ സംശയത്തക്കതായി ആരെങ്കിലുമുണ്ടോ? അതെ സർ, മക്കളൊക്കെ US-ലാണ്. പിന്നെ സഹായത്തിനൊരു ജോലിക്കാരിയുണ്ട്. ഇവിടെ അടുത്തുള്ളൊരു സ്ത്രീയാണ്, പേര് മായ. അവർ നോർമലി രാവിലെ വന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വൈകിട്ട് തിരികെ പോകും. നൈറ്റ് മിക്കപ്പോഴും ഈ സ്ത്രീ ഒറ്റയ്ക്ക് തന്നെയാണ്. പിന്നെ എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ആ ജോലിക്കാരിയും രാത്രി ഇവിടെ നിൽക്കാറുണ്ട്. പക്ഷേ ഇന്നലെ ഈ സ്ത്രീ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. ഈ ജോലിക്കാരി ഇന്ന് പുലർച്ചെ 6 മണി കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴാണ് ബോഡി കാണുന്നത്. പിന്നെ ഈ പരിസരത്തോ നാട്ടിലോ അങ്ങനെ പ്രശ്നക്കാരായ അധികം ആരുമില്ല. അതും കൊലപാതകം ചെയ്യാനൊന്നും ധൈര്യമുള്ള ടീമുകൾ ഒട്ടുമില്ല. മറുപടി കേട്ട് ഒരു നിമിഷം മൗനമായി നിന്നു സാം. നടന്ന് വീടിനു മുന്നിലെത്തുമ്പോൾ ആകെ പകച്ച് ഭയന്ന് വിറച്ചു നിൽക്കുന്ന ഒരു സ്ത്രീയെ കണ്ടു അവൻ. ഒറ്റ നോട്ടത്തിൽ ആളെ മനസ്സിലായി. അതാണ് ആ ജോലിക്കാരി അല്ലേ, മായ? അതെ സർ, അവരാണ്. ആളാകെ ഭയന്നിട്ടാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്തതല്ലേ കൺമുന്നിൽ കണ്ടത്. പതിയെ സാം നടന്ന് മായയ്ക്കരികിലേക്കെത്തി. നിങ്ങളല്ലേ ബോഡി ആദ്യം കണ്ടത്? കൃത്യമായ കാര്യങ്ങൾ ഒന്ന് വിവരിക്കാമോ? ആ ചോദ്യം കേൾക്കെ ഭയത്താൽ ഒന്ന് പരുങ്ങി അവൾ. ശേഷം പതിയെ സംഭവങ്ങൾ വിവരിച്ചു. സർ, ഞാനാണ്. എന്നും രാവിലെ 6 മണിയാകുമ്പോഴാണ് ഇവിടെ വരാറ്. അമ്മച്ചിക്ക് രാവിലെ മരുന്ന് കൊടുക്കാനൊക്കെയുണ്ട്. പതിവ് പോലെ ഇന്നും വന്നു. ബെല്ലടിച്ചിട്ടും അമ്മച്ചി വാതിൽ തുറന്നില്ല. കുറച്ചു നേരമായിട്ടും വാതിൽ തുറക്കാതെ വന്നപ്പോൾ സംശയമായി. ഹാൻഡിൽ പിടിച്ച് തിരിച്ചു നോക്കിയപ്പോഴാണ് അറിഞ്ഞേ വാതിൽ ലോക്ക് ചെയ്തിരുന്നില്ല. തുറന്നകത്ത് കയറിയതും... അത്രയും പറഞ്ഞു നിർത്തി വിതുമ്പിപ്പോയി അവർ. കൺമുന്നിൽ കണ്ട ഭയപ്പെടുത്തുന്ന കാഴ്ചയുടെ വ്യാപ്തി അവരുടെ കണ്ണുകളിൽ വ്യക്തമായിരുന്നു. സർ, ഡോറ് തുറന്ന് കയറുന്ന ഹാളിൽ തന്നെയാണ് ബോഡി കിടക്കുന്നത്, സെറ്റിയോട് ചേർന്നിട്ട്. അൻവർ പറഞ്ഞത് കേട്ട് മായയെ ഒന്ന് നോക്കി പതിയെ വീടിനുള്ളിലേക്ക് കയറി സാം. ആ സമയം അവിടമാകെ വലിയ ജനക്കൂട്ടം നിറഞ്ഞിരുന്നു. അവർക്ക് മുന്നിലായി മീഡിയാസും. അൻവർ, ആരും ഉള്ളിലേക്ക് കയറാതെ ശ്രദ്ധിക്കണം. ഫോറൻസിക് ടീമിന്റെ പരിശോധന കഴിയുന്നത് വരെ. ഓക്കെ സർ, അത് ഞാൻ ശ്രദ്ധിക്കാം. ഫോറൻസിക് ടീമിന്റെ എൻക്വയറി ഓൾറെഡി കഴിഞ്ഞു സർ. കാര്യമായ ഒന്നും തന്നെയില്ല. വീട്ടിൽ പലയിടത്തായി ഉള്ളത് 2 ഫിംഗർ പ്രിന്റ്സ് ആണ്. അത് ഈ മരിച്ച സ്ത്രീയുടെയും ജോലിക്കാരിയുടെയും ആകാം. ഇത് ചെയ്തവൻ ആരായാലും വെൽ പ്ലാൻഡ് ആണ് സർ. ഗ്ലൗസ് യൂസ് ചെയ്ത് തന്നെയാണ് ഈ കൃത്യം നടത്തിയിരിക്കുന്നത്, ഒരു പഴുതുമില്ലാതെ. അൻവർ പറഞ്ഞത് കേട്ടുകൊണ്ടാണ് സാം ഹാളിലേക്ക് കയറിയത്. മുന്നേ പറഞ്ഞ പോലെ സെറ്റിയോട് ചേർന്ന് തന്നെ ആ സ്ത്രീയുടെ ബോഡി കിടക്കുന്നു. നിലത്ത് തളം കെട്ടിക്കിടക്കുന്ന ചോരയും അരികിലായി ചോരക്കറയുള്ള ഒരു അയൺ ബോക്സും. ഈ അയൺ ബോക്സ് വെച്ച് തലയ്ക്കടിച്ചാണ് കൊല ചെയ്തിട്ടുള്ളത് സർ. പിന്നെ അടുത്തൊന്നും അധികം വീടുകളില്ലാത്തതിനാൽ ഒരു CCTV വിഷ്വൽ പോലും കിട്ടാൻ സാധ്യതയില്ല. അൻവർ കാര്യങ്ങൾ വിവരിച്ചു. ഒറ്റനോട്ടത്തിൽ തെളിവുകൾക്കായി ഒന്നും തന്നെ അവശേഷിപ്പിക്കാത്ത വളരെ പ്ലാൻഡായ മർഡർ. ഇത് ചെയ്തതാരായാലും അയാൾക്ക് ഈ സ്ത്രീയെയും ഈ സ്ത്രീക്ക് അയാളെയും അറിയാവുന്നതാണ്. കാരണം വാതിലുകൾ ജനലുകളോ ഒന്നും തന്നെ ബ്രേക്ക് ചെയ്തിട്ടില്ല. അതിനർത്ഥം കൊലയാളിക്ക് വേണ്ടി വാതിൽ തുറന്നുകൊടുത്തത് ഇവർ തന്നെയാണ്. സ്വർണവും പണവും നഷ്ടമായി എന്നത് എങ്ങനെ സ്ഥിരീകരിച്ചു? സംശയത്തോടെ അൻവറിന്റെ മുഖത്തേക്ക് സാം നോക്കി. സർ, അതാ ജോലിക്കാരി സ്ത്രീ പറഞ്ഞതാണ്. ഇവരുടെ മുറിയിലെ അലമാരയും ലോക്കറും തുറന്നു കിടക്കുന്നുണ്ട്. അതിനുള്ളിൽ കാശും ഗോൾഡും ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. മറുപടി കേട്ട് മൗനമായി സാം. ആ സമയം ഫോറൻസിക് ഉദ്യോഗസ്ഥരും അവന്റെ അരികിലേക്കെത്തി. സർ, കൊലയാളി ഒരു വെൽ പ്ലാൻഡ് ആയിരുന്നു. ഒരൊറ്റ ഫിംഗർ പ്രിന്റ്സ് പോലും ബോഡിയിൽ നിന്നോ പരിസരത്തു നിന്നോ കിട്ടിയിട്ടില്ല. എന്തിന്, ഡോറിലോ ഹാൻഡിലിലോ ആ അലമാരയിലോ ജനലുകളിലോ എവിടെയും തന്നെ ഒന്നുമില്ല. ആകെ കിട്ടിയത് കുറച്ച് പ്രിന്റ്സ്. അതും കിച്ചൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉള്ളതാണ്. അത് മേ ബി ഈ ജോലിക്കാരുടേതും പിന്നെ ഈ മരിച്ച സ്ത്രീയുടേതും ഒക്കെ ആകാം. ഞങ്ങളെന്തായാലും വിശദമായി പരിശോധിച്ചു റിപ്പോർട്ട് അയക്കാം. ആ വിശദീകരണം കേൾക്കെ ഒരു നിമിഷം സാമിൻ്റെ നെറ്റി ചുളിഞ്ഞു. പറഞ്ഞത് ഒന്നുകൂടെ പറയാമോ? എവിടെ നിന്നൊക്കെയാണ് നിങ്ങൾ പ്രിന്റ്സ് കളക്ട് ചെയ്തതെന്ന് സംശയത്തോടെ അവൻ ചോദിക്കുമ്പോൾ ആ ഫോറൻസിക് ഉദ്യോഗസ്ഥൻ്റെയും മുഖം കുറുകി. സമയം പതിയെ നീങ്ങി. പുറത്ത് മീഡിയാസ് വിശദവിവരങ്ങൾ അറിയാനുള്ള വെപ്രാളത്തിലായിരുന്നു. അല്പം കഴിയവേ സാം പുറത്തേക്ക് വന്നു. സർ, ഞാൻ ഈ വാർഡ് മെമ്പറാണ് സതീശൻ. ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായി ഇങ്ങനെയൊക്കെ. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ഭയത്തിലാണ്. എന്തെങ്കിലും ഒരു തെളിവോ മറ്റോ? സംശയത്തിൽ അയാൾ നോക്കുമ്പോൾ ഒന്ന് നിന്നു സാം. മെമ്പറേ, നാട്ടുകാരെ നിങ്ങളൊന്ന് പറഞ്ഞൊതുക്കണം. ആളെ നമുക്ക് കണ്ടെത്താം. മറുപടി പറഞ്ഞുകൊണ്ട് സാം നേരെ മായക്കരികിലേക്കാണ് പോയത്. നിങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നോ? ആ, ഒരു സാറ് വന്ന് എഴുതിയെടുത്തു.
ആ പതിഞ്ഞ സ്വരത്തിൽ അപ്പോഴും ഭീതി നിഴലിച്ചിരുന്നു. നിങ്ങൾക്കാരെങ്കിലും സംശയമുണ്ടോ? അടുത്ത ബന്ധുക്കളെയോ ആരെങ്കിലും? ഈ കാശിത്രയും ഈ വീട്ടിലുണ്ടെന്നറിയാവുന്ന ആരേലും? അങ്ങനെ ആരെയും സംശയമില്ല സാർ. അമ്മച്ചി അല്ലേലും അങ്ങനെ അധികം കാശൊന്നും ഇവിടെ സൂക്ഷിക്കാറില്ല. ഇതിപ്പോ മോൻ അയച്ചു കൊടുത്ത തുക എടുത്തുകൊണ്ട് വെച്ചിരുന്നതാണ്. അടുത്തുള്ള പള്ളിയിൽ പണി നടക്കുന്നുണ്ട്, അതിലേക്ക് സംഭാവന കൊടുക്കാനായി. ആ മറുപടി കേൾക്കെ ഒരു നിമിഷം മൗനമായി സാം. ശേഷം അവളെ നോക്കി. ഇതെത്ര രൂപയുണ്ടായിരുന്നു? മായയ്ക്ക് അതിനെപ്പറ്റി എന്തേലും ഐഡിയ ഉണ്ടായിരുന്നോ? ഇത് 10 ലക്ഷം രൂപയായിരുന്നു സർ. ഞാനും അമ്മച്ചിയും കൂടി പോയാ ക്യാഷ് ബാങ്കിൽ നിന്നും എടുത്തത്. നാളെ പള്ളിയിൽ കൊടുക്കാമെന്ന് ഏറ്റിരുന്നതാണ്. മായ പറഞ്ഞു നിർത്തുമ്പോഴേക്കും അൻവർ ഓടി സാമിനരികിലെത്തി. ശേഷം രഹസ്യമായി എന്തോ അറിയിച്ചു. അതോടെ സാമിന്റെ മുഖം വിടർന്നു. ചുറ്റുമൊന്ന് കണ്ണോടിച്ചു അവൻ. അൻവർ, വനിതാ കോൺസ്റ്റബിൾ ആരാ ഉള്ളേ? അണിതയുണ്ട് സർ. എന്നാ വരാൻ പറയ്. ദേ, ഈ മായ മേഡത്തിനെ കൂട്ടി വേഗം സ്റ്റേഷനിലേക്ക് വിട്ടോ. കൊലപാതകം ചെയ്തിട്ട് ഓവർ എക്സ്പ്രഷൻ ഇട്ട് തളർന്ന് നിൽക്കുകയാണ് മേഡം. ആ വാക്കുകൾ കേൾക്കെ ഒരു നിമിഷം നടുങ്ങിപ്പോയി മായ. അവൾ മാത്രമല്ല, മെമ്പർ സതീശൻ ഉൾപ്പെടെ അരികിൽ നിന്ന് പലരും നടുങ്ങി. ഞാനോ? ഞാനല്ല ചെയ്തത്. എന്നെയോ? എന്നെ എന്തിനാ സ്റ്റേഷനിൽ കൊണ്ടുപോണേ? ഞാൻ എന്താ ചെയ്തേ? ഭീതിയിൽ അൻവറിനെയും സാമിനെയും മാറി മാറി നോക്കിയവൾ. ആ സമയം ഞെട്ടലോടെ സതീശനും മുന്നിലേക്ക് വന്നു. സർ, ഇവളൊരു പാവമാണ്. എന്തിനാണ് സ്റ്റേഷനിലൊക്കെ? ഒരിക്കലും ഇവളിങ്ങനെയൊന്നും ചെയ്യില്ല സാർ. ഈ അമ്മച്ചി കൊടുക്കുന്ന ശമ്പളം കൊണ്ടാണ് ഇവളുടെ കുടുംബം കഴിയുന്നത്. ഭർത്താവ് ഒരലമ്പനാണ്, വലിയ കടങ്ങളുണ്ട്. ഈ പാവം ജോലിയെടുത്താണ് അതൊക്കെ വീട്ടുന്നത്. ആ വാക്കുകൾ കേട്ട് പതിയെ അയാൾക്ക് നേരെ തിരിഞ്ഞു സാം. പതിയെ പതിയെ അവന്റെ ചുണ്ടിന്റെ കോണിൽ ഒരു പുഞ്ചിരി വിടരുമ്പോൾ ആകെ ഭയന്നു വിറച്ചു മായ. സാമിന്റെ ആ പുഞ്ചിരി വൈകാതെ തന്നെ കേരളമൊട്ടാകെ ചർച്ച ചെയ്തു തുടങ്ങി. ഒരു കൊലപാതകം നടന്നു മണിക്കൂറുകൾക്കകം സംഭവസ്ഥലത്ത് വെച്ച് തന്നെ പ്രതിയെ പിടികൂടിയ കേരള പോലീസിനെയും സാം അലക്സിനെയും മീഡിയാസ് വാഴ്ത്തി. സാർ എങ്ങനെയാണ് ഈ മായയാണ് പ്രതിയെന്ന നിഗമനത്തിലെത്തിച്ചേർന്നത്? അതും ഇത്രയും വേഗത്തിൽ? പ്രസ് മീറ്റിൽ മീഡിയാസിന് മുന്നിൽ ഡിവൈഎസ്പിക്ക് ഒപ്പം ഉണ്ടായിരുന്ന സാമിനോട് തന്നെയായിരുന്നു ചോദ്യം. അത് അവർക്ക് പറ്റിയ ചെറിയൊരു പിഴവ്. വലിയ വഴിത്തിരിവായത് അതാണ്. ഈ മായ പോലീസിൽ കൊടുത്ത മൊഴിപ്രകാരം രാവിലെ വന്നപ്പോൾ ആ മരണപ്പെട്ട സ്ത്രീ ഡോർ തുറക്കാത്തത് കാരണം ആ ഡോർ ഹാൻഡിൽ പിടിച്ച് തുറന്നുള്ളിൽ കയറിയെന്നാണ്. പക്ഷേ ഫോറൻസിക്കിന്റെ അന്വേഷണത്തിൽ ആ ഡോറിന്റെ പുറത്തെ ഹാൻഡിൽ ആരുടെയും ഫിംഗർ പ്രിന്റ്സ് ഇല്ല. ആ ഒരൊറ്റ കാര്യമാണ് നിർണായകമായത്. അപ്പോൾ തോന്നിയ സംശയത്തിൽ ഒന്നന്വേഷിച്ചു. മായയുടെ ഫോണെന്ന് അവളുടെ വീട്ടിൽ തന്നെയായിരുന്നു. പക്ഷെ അന്നേ ദിവസം അവൾ ജോലി കഴിഞ്ഞ് സ്വന്തം വീട്ടിൽ പോയെങ്കിലും രാത്രി തിരികെ വന്നിരുന്നു. വീട്ടിൽ ആരുമില്ല എന്ന് കള്ളം പറഞ്ഞ് ആ സ്ത്രീക്കൊപ്പം അവിടെ തന്നെ കൂടി. ശേഷം രാത്രി പ്ലാൻ പ്രകാരം കൃത്യം നടപ്പിലാക്കി. ഹാൻഡ് ഗ്ലൗസുകൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ നശിപ്പിച്ച ശേഷം രാവിലെ മുൻവശത്തെ ഡോർ തുറന്ന് പുറത്തിറങ്ങിയതാണ് ഈ നാടകങ്ങളൊക്കെ കളിച്ചത്. അതുകൊണ്ട് തന്നെ ഡോറിന്റെ ഉൾഭാഗത്തെ ഹാൻഡിലിൽ ഇവരുടെ ഫിംഗർ പ്രിന്റ്സ് ഉണ്ട്. പക്ഷേ പുറത്തെ ഹാൻഡിലില്ല. എത്രയൊക്കെ പ്ലാൻ ചെയ്താലും ഇതുപോലെയുള്ള ചെറിയ അശ്രദ്ധ മതി എല്ലാം മാറി മറിയാൻ. സാം നിർത്തുമ്പോൾ മീഡിയാസിന് കാര്യങ്ങൾ മനസ്സിലായിരുന്നു. ആ സമയം മറ്റൊന്നുകൂടി കൂട്ടിച്ചേർത്തു അവൻ. മറ്റൊരു ചെറിയ തെളിവ് കൂടി കിട്ടിയിരുന്നു. അന്നേ ദിവസം ഈ മരണപ്പെട്ട സ്ത്രീയുടെ ഫോണിൽ നിന്നും രാത്രി മായ തന്റെ ഭർത്താവിന്റെ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചിരുന്നു. കോള് കട്ട് ചെയ്ത് നമ്പർ ഡിലീറ്റ് ആക്കിയാൽ പിന്നെ പിടിക്കപ്പെടില്ല എന്ന തെറ്റായ വിശ്വാസം മൂലമാണ് അവർ അത് ചെയ്തത്. സംഭവസ്ഥലത്ത് ആക്റ്റീവായ നമ്പറുകളുടെ ഡീറ്റെയിൽസ് എടുത്ത കൂട്ടത്തിൽ കിട്ടിയ വിവരമാണ് ഇത്. ഇതുകൂടിയായപ്പോൾ ആ രാത്രി മായ അവിടെ ഉണ്ടായിരുന്നു എന്നതിനുള്ള തെളിവായി. അതുകൊണ്ടാണ് ഞങ്ങൾ അവരെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ ചോദ്യം ചെയ്യലിൽ കൃത്യമായി എല്ലാം സമ്മതിച്ചു. മോഷണം മുതലും കണ്ടെടുത്തിട്ടുണ്ട്. പ്രാരാബ്ധം അതുതന്നെയാണ് കൊലപാതക കാരണം. വിശദമായ വിവരങ്ങൾ നൽകി സാം എഴുന്നേറ്റു. കയ്യടികളോടെയാണ് എല്ലാവരും അവൻ അഭിനന്ദനങ്ങൾ അറിയിച്ചത്. കലക്കി സർ, ഇത്രയും ബ്രില്യൻ്റായി നിങ്ങൾ ഈ കേസ് സോൾവ് ചെയ്തു. നേരിട്ട് അഭിനന്ദിക്കാൻ പല മീഡിയ പ്രവർത്തകരും മുന്നിലേക്കെത്തിയിരുന്നു. അന്നത്തെ ആ ഒറ്റ ദിവസത്തോടെ CI സാം അലക്സ് കേരള പോലീസിന്റെ അഭിമാനം. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.